കർത്താവായ യേശുവിൻ നാമത്തിൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ആഷറിന്റെ ബർത്ത്ഡേ ആണ്. അതിന്റെ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയതാണ്. അപ്പോൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ടർ ചിക്കനും ഫ്രൈഡ് റൈസും ആണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ കേക്ക് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബട്ടർ ചിക്കൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് പോയി വാച്ച് ചെയ്യണം. വേണ്ടവർക്ക് അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഫുഡിൻ്റെ പ്രിപ്പറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പിള്ളേർ കളിയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു പട്ടി എവിടെ നിന്നോ കയറി വന്നിട്ടുണ്ട്. ഒരു പട്ടിക്കുട്ടിയാണ്. What happened? എല്ലാവരും അതിനെ തൊടാനും അതുപോലെ അതിനെ കളിപ്പിക്കാനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ നിന്ന് നോ പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എവിടെ നിന്ന് കയറി വന്നാൽ നമുക്കറിയില്ലല്ലോ, എന്ത് തരം പട്ടിയാണെന്നോ ഒന്നും അറിയില്ല. അതുകൊണ്ട് അതിനെ തൊടാൻ സമ്മതിക്കാത്തത് കൊണ്ട് ഒരല്പം സാഡായിട്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ ലഞ്ചിനുള്ള സമയമായി. ബട്ടർ ചിക്കനും ഫ്രൈഡ് റൈസും ഒക്കെ നല്ല സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞ് കേക്ക് മുറിക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ അടുത്ത് തന്നെ ഒരു കനാലുണ്ട്. അപ്പോൾ അവിടെ കുളിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികളെല്ലാവരും കൂടെ ബഹളം വെക്കുന്നുണ്ട്. മീൻവായിൽ ഇവിടെ കേക്കിൻ്റെ പ്രിപ്പറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ വലിയ ആർഭാടമായിട്ടുള്ള കേക്കും ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. എന്നാൽ അത്ര വലിയൊരു ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള കേക്കൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത്. ഒന്നാമത് ആർക്കും സമയമില്ല, ജോലി കാര്യങ്ങളൊക്കെയാണ്. ആകെ കിട്ടുന്ന ദിവസം ഇങ്ങനെ ബർത്ത്ഡേയും സെലിബ്രേഷനൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ പിന്നെ വലിയൊരു റിസ്ക് എടുക്കാൻ നിൽക്കാറില്ല. അത്യാവശ്യം ഒരു പേരിനൊരു കേക്ക് ഉണ്ടാക്കലേ ഉള്ളൂ. അപ്പോൾ കനാലിൽ എല്ലാവരും കുളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സ്വിമ്മിങ് പഠിക്കണം എന്നൊക്കെ പറഞ്ഞാണ് എല്ലാവരും വന്നിരിക്കുന്നത്. അത്യാവശ്യം സ്വിമ്മിങ് പഠിക്കാനുള്ള ആഴമുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ക്ലിയർ വാട്ടറാണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ല. നല്ല തെളിഞ്ഞ വെള്ളമാണ്, ശുദ്ധവെള്ളമാണ് ഈ കനാലിലൂടെ ഒഴുകി വരുന്നത്. അത്യാവശ്യം പ്രൈവസിയൊക്കെ ഉള്ളൊരു സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് പിന്നെ എല്ലാവർക്കും ഒന്ന് പോകാനും എൻജോയ് ചെയ്യാനൊക്കെ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഷിമ ചേച്ചി ഇവിടെ കുട്ടികളൊക്കെ സ്വിമ്മിങ് പഠിപ്പിക്കാനുള്ള പരിപാടിയാണ്. പ്രാക്ടീസ് കൊടുക്കുവാണ്. സ്വിമ്മിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ശ്വാസം പിടിച്ച് നമ്മൾ വെള്ളത്തിനടിയിൽ എത്ര നേരം നിൽക്കും എന്നുള്ള ആ ഒരു കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണെന്നാണ് പറയുന്നത്. അപ്പം എല്ലാവരും വെള്ളത്തിൻ്റെ അടിയിൽ ശ്വാസം പിടിച്ച് കുറച്ച് നേരം ഇങ്ങനെ നിൽക്കാനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കൈയും കാലൊക്കെ ഇങ്ങനെ പൊക്കി പിടിക്കാനൊക്കെ നോക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു തരത്തിൽ പിള്ളേരെയൊക്കെ കയറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഗിഫ്റ്റ് എന്താണെന്ന് നോക്കാനുള്ള എക്സൈറ്റ്മെൻ്റ് ആണ്. എന്താണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് അറിയത്തില്ല. അപ്പം സർപ്രൈസ് ആക്കി വെച്ചിരിക്കുകയായിരുന്നു. തേജസ് അത് ഓപ്പൺ ചെയ്യാനുള്ള ശ്രമത്തിലാണ്.
ചേച്ചിമാരൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് കാര്യങ്ങളെല്ലാത്തിനും അവരുണ്ട് കേട്ടോ. അതുകൊണ്ട് അവരും ഭയങ്കര ഹാപ്പിയാണ്. നമുക്കാണെങ്കിലും ഇപ്പോൾ അവരുടെ കൂടെ എവിടെയെങ്കിലും വിടാനൊക്കെ ആണെങ്കിലും നമുക്ക് ഭയങ്കര സേഫ്റ്റിയാണ്. ശരി, ഞാൻ പിങ്കാന്ന് ഓർത്തിരിക്കുക. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ടോയ്സൊക്കെ ഗിഫ്റ്റ് കൊടുക്കൽ അങ്ങ് സ്റ്റോപ്പ് ചെയ്തേക്കുക കേട്ടോ. കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുമല്ലോ. കാരണം ഓൾറെഡി കുറച്ച് ഗ്രോൺ ആയിട്ടുള്ള കുട്ടികളാണല്ലോ. അപ്പം ഈ ടോയ്സ് എന്നുള്ള ആ ഒരു ഇൻറ്റൻഷൻ ഇനി ഇല്ല. അങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടി അഷർമോള് ഹാപ്പിയായി. ഇനി റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം, കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് റൂമെല്ലാം ഡെക്കറേറ്റ് ചെയ്യണം. എല്ലാവരും ഇൻവോൾവ് ആണ് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ. ഗോൾഡും സിൽവറും ബ്ലാക്കും ആയിട്ടുള്ളൊരു തീമാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ പ്രീ പ്ലാൻഡ് ഒന്നും അല്ല, കിട്ടുന്ന എന്താണോ അത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാന്നുള്ളതാണ്. തേജസിന്റെ നേതൃത്വത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്, ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ കൂടെ ഇത് മെസ്സിയാക്കാനുള്ള പരിപാടി ആയതുകൊണ്ട് അവള് അങ്ങ് ലീഡർഷിപ്പ് ഏറ്റെടുത്തേക്കുക. അപ്പോൾ ഇവിടെ കേക്കിൽ പേര് എഴുതണം, ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതണമല്ലോ. അയ്യോ, എന്നാ പരിപാടിയാ കാണിച്ചേ? കുട്ടികൾക്ക് എല്ലാവർക്കും ചോക്ലേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കേക്ക് മതി. മറ്റുള്ള ഫ്ലേവേഴ്സിനോടൊന്നും അത്ര താല്പര്യമില്ല. അതുകൊണ്ട് ഇപ്പോഴായിട്ട് ബർത്ത്ഡേ വന്നു കഴിഞ്ഞാൽ ചോക്ലേറ്റ് കേക്കാണ് ഇവിടെ മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. കേക്കിൻ്റെ റെസിപ്പിയൊക്കെ വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ ചാനലിൽ എല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ വിസിറ്റ് ചെയ്ത് വീഡിയോസൊക്കെ വാച്ച് ചെയ്യണേ. ഇന്ന് കർത്താവ് ഞങ്ങളത് ആഘോഷിക്കുന്നു. ദൈവം തന്ന ദാനത്തിനായി നന്ദി പറയുന്നു. കർത്താവിന് ആശയം കൂടുതൽ പക്വത വരുവാൻ, ഓരോ വർഷം തോറും കൂടുതൽ കൃപയിലേക്ക് വരുവാനും എല്ലാം ആശാനെ അനുഗ്രഹിക്കണം. പഠിക്കുവാനും ദൈവകൃപയിൽ വളരുവാനും ദൈവത്തിൻ്റെ കടന്നു വന്ന എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ വലിയ നന്മയുള്ള അനുഗ്രഹം ഉണ്ടാവാനിടയാവണം. വീണ്ടും ഒത്തൊരുമിച്ച് കാണുവാനും ദൈവകൃപയിൽ വളരുവാനും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ. അങ്ങനെ പ്രാർത്ഥിച്ച് കേക്ക് മുറിക്കുവാണ്. കുറച്ച് ക്യാൻഡിൽസൊക്കെ കത്തിച്ച് ഒരു ചെറിയൊരു വൈബ് ഉണ്ടാക്കാനുള്ളൊരു ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. God bless you, may God bless you, dear. Happy birthday, dear Asher. Happy birthday to you. അപ്പോൾ അവൾ കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം ചെയ്യണം. എല്ലാവരും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൻ്റെ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലിന് സപ്പോർട്ട് തരണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം. കേക്കൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി കേക്ക്, നല്ല യം ടേസ്റ്റ് ആയിരുന്നു. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരം കേക്കാണ് ഉണ്ടാക്കിയത്.
അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള ദിവസത്തെ കാര്യങ്ങളാണ് ഇന്നത്തെ ബ്ലോഗിൽ നമ്മൾ കാണിച്ചത്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഇത്രയും നേരം ഞങ്ങളുടെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. ബൈ ബൈ.